ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഭയങ്കര സ്പെഷ്യലാണ്. ഞങ്ങളുടെ 3rd ആനിവേഴ്സറി ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നൊരു വർക്കിംഗ് ഡേ കൂടിയാണ്. അപ്പോൾ ആദ്യം ഓൾറെഡി നേരത്തെ എന്നെക്കാളും മുന്നേ പോവും, എന്നിട്ട് എന്നെക്കാളും മുന്നേ വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ റെഡിയായി ഓഫീസിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഓൾറെഡി സമയം 7 മണിയാവാനായി. എനിക്കൊരു 7:20 ആകുമ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. സോ നമുക്ക് വേഗം റെഡി ആയിട്ട് വരാം. ഇന്ന് ഞങ്ങളുടെ 3rd വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഇന്നൊരു ഓഫീസ് ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം ആകുമ്പോൾ വന്നു, ആദ്യം ഉച്ചയാകുമ്പോൾ വന്നു. ഇന്ന് കാര്യമായിട്ട് അങ്ങനെ ഒരു വലിയ സെലിബ്രേഷൻ എന്നില്ല. പക്ഷെ എന്നാലും നമ്മുടേതായിട്ട് നമ്മൾ വിചാരിച്ച് പുറത്ത് പോയിട്ട് ഇന്ന് ഒരു ഡിന്നറെല്ലാം കഴിക്കാനും നമ്മൾ ബുക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരാൻ. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ. സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫാമിലീൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു മധുരം കൂടുക എന്നെല്ലാം പറഞ്ഞാൽ പിന്നെ ഓക്കെ പോവാന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഡിന്നർ റിസർവേഷൻ ഞാൻ റീസ്കെഡ്യൂൾ ചെയ്തൊന്നാണ്. അപ്പോൾ നമുക്ക് 2 സെലിബ്രേഷൻ ഉണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് 2 സർപ്രൈസസ് ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ കാണിച്ചത് എന്താണ്, വൺ ഈസ് ദിസ് ബിഗ് ഹ്യൂജ് ആൻഡ് ബ്യൂട്ടിഫുൾ ബൊക്കെ ഓഫ് റോസസ്. ഇതെൻ്റെ കൊലീഗ് ആൻഡ് ഫ്രണ്ട് ആര്യയും അവളുടെ ഹസ്ബൻഡ് വിഷ്ണുവും കൂടി തന്നത്. ഇറ്റ് വാസ് പ്യോർലി എ സർപ്രൈസ്. കോയിൻസിഡൻ്റലി രണ്ടിനും സെയിം കളർ, എല്ലാം ഒരു എന്താ പറയുക ഒരേ ഒരു കളർ തീമിലാണ്. ഇത് തന്നത് എൻ്റെ സ്വീറ്റ് ക്യൂട്ട് ലിറ്റിലല്ല ഹരിത. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഞാൻ എൻ്റെ ആംസ്റ്റർഡാം വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ വി സ്റ്റേഡ് വിത്ത് ദം. അപ്പം ഹരിതയും അവളുടെ ഹസ്ബൻഡ് ആകാശം കൂടിയിട്ടാണ് ഇത് തന്നത്. ആൻഡ് ഇതിൻ്റെ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ വേറൊരു കഥ പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പേസ്ട്രീസോ സ്വീറ്റ്സോ കേക്ക്സോ അങ്ങനെ കഴിക്കാത്ത കൂട്ടത്തില്ല. അപ്പം നമ്മൾ ഇപ്രാവശ്യവും അങ്ങനെ ഒരു കേക്ക് മേടിച്ച് മുറുക്കി അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ കാണിച്ചുതരാം സംഭവം എന്താണ്. ഇറ്റ് വെരി ക്യൂട്ട്, ഇറ്റ്സ് വെരി ക്യൂട്ട്. ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് ആക്ച്വലി. ഇതിപ്പോഴത്തെ എന്താ പറയുക ഒരു തിങ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. സോ ബേസിക്കലി ഇറ്റ് ഇസ് ദിസ് കപ്പിനുള്ളിൽ കേക്ക്. ക്യൂട്ടായിട്ടില്ലേ? സോ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ സർപ്രൈസ്. ഇറ്റ്സ് വെരി ക്യൂട്ട്. ഹാപ്പി ആനിവേഴ്സറി ടു യു. അയ്യോ ഇത് കേക്കല്ലടാ, ഞാൻ പറഞ്ഞില്ലേ സ്പൂണ് മതിയേനു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് നമ്മളെല്ലാവരും പുറത്ത് പോയിട്ട് ഒരു ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്താണ് അച്ഛനും മിന്നും എല്ലാം ഒരു സർപ്രൈസ് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 പേർക്കും ഇന്ന് കുറേ സർപ്രൈസസ് ആയിരുന്നു. ഈ കേക്കും അച്ഛനും മിന്നും കൂടി ഓർഗനൈസ് ചെയ്തതൊക്കെ ഇറ്റ് വാസ് വെരി സ്വീറ്റ് ഓഫ് ദം. നല്ല കേക്കും ആയിരുന്നു, മാംഗോ ഫ്ലേവർ. ഇന്ന് ഡേ 2 ആണ്. ഇന്നാണ് നമ്മൾ ഇന്നലെ പോസ്റ്റ്പോൺ ചെയ്ത ഡിന്നർ ഉണ്ടാകേണ്ടത്. നമ്മൾ വൈകുന്നേരം വന്നു. ആദ്യം കിടന്നുറങ്ങുന്ന കണ്ടിട്ട് ഞാനിങ്ങനെ സീരീസ് എല്ലാം കണ്ട് കുറച്ചേരം കിടന്നിറങ്ങിപ്പോയി. ഇപ്പം സമയം 6:25. നമുക്ക് 7 മണിക്കാണ് നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും എത്തൂല എന്നുള്ളൊരു മനസ്സിലുള്ള വിളി എനിക്കുണ്ട്. അപ്പോൾ ആദ്യം കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഇനി കുളിച്ച് വന്നിട്ടില്ല, റെഡി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. മിററിൻ്റെ കാര്യം നോക്കണ്ട, മിറർ കുറച്ച് കച്ചറയെല്ലാം ഇത് സെറ്റാക്കണം. എനിക്ക് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു വുമൻസ് ഡേക്ക് ഈ കമ്മൽ. സോ ദിസ് ഈസ് ദ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഞങ്ങൾ പുറത്ത് പോകുന്നതിന് സങ്കടപ്പെട്ടിരിക്കുന്ന കൊക്കോ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. വരുന്ന കഴിഞ്ഞ് 7 മണിക്കാണ് നമ്മൾ റിസർവേഷൻ ചെയ്തത്. ആസ് ഓൾവേസ് ലേറ്റ് ആയതുകൊണ്ട് എന്നെ ചീത്ത പറയുന്നത് എൻ്റെ ഭർത്താവ്. പക്ഷെ ഇപ്രാവശ്യം ഞാനല്ല ലേറ്റ് ആക്കിയത്. നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ നോക്കട്ടെ ഡ്രസ്സ്. സോ ഇതാണ് ഞങ്ങളുടെ 2 പേരുടെയും ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ഇന്ന് ഡിന്നർ കഴിക്കാനാണ് പരിപാടീസ്. കാര്യമായിട്ടുള്ള എന്താ പറയുക പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഐ മീൻ ദിസ് ഇസ് ഹൗ വി സെലിബ്രേറ്റ്. അങ്ങനെ ഗ്രാൻഡായ പരിപാടിയൊന്നും ആനിവേഴ്സറിക്ക് ഉണ്ടാവാറില്ല. ഒരുമിച്ചുണ്ടാവും, ഫുഡ് കഴിക്കും, ഇതൊക്കെയാണ് പരിപാടി. അപ്പം തിരക്കല്ലേ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഈ ഔട്ട്ഫിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014
എൻ്റെ ഫ്രണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ആം വെയറിംഗ് ദിസ് ഫോർ എൻ ഇവന്റ്. ഇനി നമുക്കൊരു ഹീൽ എടുക്കണം. ആൻഡ് ദിസ് ഇസ് ദ ബാഗ്. ഇത് എനിക്ക് എൻ്റെ കൊളീഗ്സ് എല്ലാവരും കൂടി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. സോ എവറിതിങ് ഇസ് ഗിഫ്റ്റഡ്. അപ്പോൾ എന്തായാലും നമുക്കിനി 7 മണിക്ക് 7:30-ക്കെങ്കിലും വാ. നമ്മുടെ വീട്ടിൻ്റെ തന്നെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം വർക്കെല്ലാം കഴിഞ്ഞ് പിന്നെ നാളെ എനിക്ക് രാവിലെ വീണ്ടും വർക്കിന് പോകുന്നതുകൊണ്ട് തന്നെ കാരണം ഒരുപാട് ദൂരത്തൊന്നും ബുക്ക് ചെയ്യണ്ട, ലൈക്ക് ദൂരത്തൊന്നും പോകണ്ടെന്നുണ്ടായിരുന്നു. സോ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞാൻ റിവ്യൂസൊക്കെ നോക്കിയിട്ടായിരുന്നു ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അടുത്ത് തന്നെ അതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു 10 മിനിറ്റേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അധികം ഈ ഫുഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യലോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഒക്കേഷൻസിലൊക്കെ എനിക്കിങ്ങനെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ഡിന്നറിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യമൊക്കെ അത്യാവശ്യം നല്ല പോലെ ആൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒരു ഡ്രിങ്ക് പറഞ്ഞ് കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്നിട്ട് പതുക്കെ സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അധികം റഷ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ റൂഫ് ടോപ്പായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ഷീഷയൊക്കെ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 1-2 ആൾക്കാർ മാത്രമേ ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം ആദ്യമൊക്കെ ഭയങ്കര ഫാൻസി ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു. ആ ഒരു കപ്പിൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ട്. പക്ഷേ കപ്പിൻ്റെ ഷേപ്പ് മാത്രമേ നല്ല ഉണ്ടായിട്ടുള്ളൂ. വേറൊന്നും വലിയ അടിപൊളിയായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇറ്റ് വാസ് വെരി ആവറേജ്. എൻ്റെ എക്സ്പ്രഷൻ ഒന്ന് മനസ്സിലാക്കാം. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം എത്ര പെട്ടെന്നാണ് പോയെന്നൊന്ന് തിരിച്ചാലേക്കുമ്പോൾ നമുക്ക് ആക്ച്വലി മനസ്സിലാകുന്നില്ല. വേഗം സമയം പോയ പോലെ ഉണ്ടേനു. ഇന്നലെ കല്യാണം കഴിഞ്ഞ് എന്താ പറയുക വന്നൊരു ഫീലിംഗ് ആണ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തോന്നല്. ചില സമയത്തൊന്നും കുറേ കാലമായി കല്യാണം കഴിഞ്ഞിട്ടെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ മെയിൻ കോഴ്സ് വന്നു, അത് വന്നു, ഇത് വന്നു. പക്ഷെ അന്ന് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. എൻഡിൽ അവർ കൊണ്ടു തന്ന ഈ ഒരു കേക്ക് ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ഹണി കേക്ക്. ഇറ്റ് വാസ് വെരി വെരി ടേസ്റ്റി. ഈ കഴിഞ്ഞ 3 വർഷവും നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം ഉണ്ടാവില്ല. ഈദിൻ്റെ സമയമായതുകൊണ്ട് തന്നെ വൈകുന്നേരം നേരത്തെ നമുക്ക് വീട്ടിൽ വന്നിട്ട് നൈറ്റ് എപ്പോഴും ഇങ്ങനെ പുറത്ത് പോയി ഡിന്നറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. കഴിഞ്ഞ 3 വർഷവും നമ്മൾ ഈ ഒരു ഡിന്നർ ഡേറ്റിന് പോലെ ഒരു എന്താ പറയുക ഒരു പതിവാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു ഡിന്നർ ഡേറ്റ് എന്നുള്ള രീതിക്കൊന്നും ഡ്രസ്സപ്പ് ചെയ്തിട്ടൊന്നും അങ്ങനെ പോലില്ല. കഴിക്കാൻ തോന്നുമ്പോൾ അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോലെ ആണ്. പക്ഷേ ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിലെല്ലാം കുറച്ചൊന്ന് ഡ്രസ്സപ്പ് ചെയ്ത് ഒരു നല്ല റെസ്റ്റോറൻറ്റിലെല്ലാം പോയി നല്ലൊരു ഫുഡെല്ലാം കഴിക്കുന്നത് ഹാസ് ബിക്കം ലൈക്ക് എന്താ പറയുക ഒരു കോർ മെമ്മറി പോലെയാണ് നമ്മുടെ സ്പെഷ്യൽ ഡേറ്റ്സിന്. ആൻഡ് ഐ റിയലി എൻജോയ്. ഇത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് നല്ല പോലെ. അങ്ങനെ നമ്മുടെ ഡിന്നർ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇറ്റ് വാസ് എ ഗുഡ് റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡായിരുന്നു. ആ ലാസ്റ്റത്തെ കേക്ക് ആ ലാസ്റ്റത്തെ സർപ്രൈസ് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലേനു. അപ്പം ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന്. നാളെ എനിക്ക് ജോലിയുണ്ട്. ഇവിടെ ഈദിൻ്റെ ഹോളിഡേ ചിലർക്കൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് 11 മണി തൊട്ട് തുടങ്ങി. പക്ഷേ എന്നെ പോലത്തെ പാവങ്ങൾക്ക് അത് നാളെ വൈകുന്നേരം 3 മണി തൊട്ടേ തുടങ്ങും. ഒരു മാസം റമദാന് നേരത്തെ വീട്ടിലെല്ലാം വന്നിരിക്കുന്നത് പക്ഷെ ശരിക്കും മിസ് ചെയ്യും. ഇനി നല്ല പോലെ മിസ് ചെയ്യും. അയ്യോ പെട്ടെന്ന് പോയ ഒരു മാസം. സോയാ അതൊക്കെയാണ് കഥകൾ ഓഫ് ദ ഡേ. ബട്ട് അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ആനിവേഴ്സറി പരിപാടികൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി 2 പേർക്കും മേടിച്ച ഗിഫ്റ്റുകൾ കൈമാറ്റം ചെയ്തത് കാണിച്ചു തരാം. അങ്ങനെ വലിയ സർപ്രൈസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ഞാൻ ഓൾറെഡി അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം എന്നാ വാങ്ങുന്നത്. പക്ഷെ എനിക്ക് സർപ്രൈസ് ആയിരുന്നു. എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്നാ വാങ്ങുന്നത്. പിന്നെ എനിക്കൊന്ന് വാങ്ങി കഴിഞ്ഞിട്ട് ബാഗാന്ന് പറഞ്ഞു. വാങ്ങുന്ന സമയത്ത് എന്നോട് എന്താ, പക്ഷെ ഞാൻ അതിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെല്ലാം വേണ്ടത്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 3 വർഷത്തില് 3 ബർത്ത്ഡേ 2 ആനിവേഴ്സറി അല്ലാതെ എന്തെല്ലോ അതായിട്ട് നമ്മൾ ഗിഫ്റ്റ് ഓപ്ഷൻസ് എല്ലാം നമ്മൾ എക്സോസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം മേടിച്ചെടുത്തത് ഒരു ഷൂസാണ്. നൈക്കിയുടെ ഒരു ഷൂസ്. അത് ഇങ്ങനത്തെ കളേഴ്സ് യൂഷ്വലി യൂസ് ചെയ്യാറില്ല. സോ ഐ വാണ്ടഡ് ടു ട്രൈ സംതിങ് ന്യൂ. കൊടുത്തേരാൻ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇല്ലാത്തൊരു കളർ. രാത്രി മറ്റേ അതിലൊരു സംഭവം റിയാക്ട് പറഞ്ഞിട്ട് അതോടെ ട്രൈ ചെയ്യണം മാത്രം. ലൈറ്റ് മാറുന്നുള്ളത്. ലൈറ്റ് മാറുന്ന ഷൂസ് ഒക്കെ അതെല്ലാം പണ്ടേ വിട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇനി എന്റെ ഗിഫ്റ്റ് കാണാം. എന്റെ ഗിഫ്റ്റ് ആര് വേസ്റ്റഡ്. എനിക്ക് ഒരു ബാഗാണ് ഗൈസ്. ബാഗ്. ഇറ്റ്സ്
none other than the tote bag from Marc Jacobs. കുട്ടിക്ക് ഇപ്പം അത്യാവശ്യം നല്ല സ്കിൽ സെറ്റ്സ് ഉണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കുന്നതിൻ്റെ. ഞാൻ ഇത് തുറന്നു നോക്കില്ല, ഇന്നലെ രാത്രി എനിക്ക് തന്നിട്ടുണ്ടായേ. ആവശ്യമില്ലാത്ത കുറെ ചപ്പച്ചവറുകളൊക്കെ എന്തിനാണ് ഇതിനകത്ത്? കുറെ കളേഴ്സ് ഉണ്ട് മൊയിലാളിനകത്ത്. ഒട്ടും എസ്തെറ്റിക് അല്ലാത്ത അൺബോക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇറ്റ്സ് എ പ്രിറ്റി ബാഗ്. ഐ മീൻ ഞാനിങ്ങനെ കുറച്ച് കാലമായി ഐ ചെയ്യുന്നൊരു ബാഗായിരുന്നു ഇത്. പൊളിയല്ലേ? ഇതിൻ്റെ ഈ സാധനം ഫിറ്റ് ചെയ്യാറുണ്ട്. താങ്ക്സ്. ഇവിടെ ഒഫീഷ്യലി ഈദിൻ്റെ ഹോളിഡേയ്സ് സ്റ്റാർട്ടായി. ഇറ്റ്സ് എ സൺഡേ. എനിക്ക് ഇന്നലെയും വർക്ക് ഉണ്ടായിരുന്നു. സോ ഇന്നലെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എംപുരാൻ കാണാൻ പോയി. അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ എനിക്ക് എംപുരാൻ അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദ മൂവി മേക്കിംഗ് ആൻഡ് എവറിത്തിങ് വാസ് സ്പോട്ട് ഓൺ. ഹാൻഡ്സ് ഡൗൺ ഇറ്റ് വാസ് ഗ്രേറ്റ്. പക്ഷേ എനിക്ക് ആ ഒരു സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ എനിക്കത് ലൂസിഫറിൻ്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ. I would always prefer to watch Lucifer more than Empuran. This is a very unpopular opinion. പക്ഷെ എന്നിരുന്നാലും ലൈക്ക് ഇറ്റ് വാസ് എ ഗുഡ് എൻ്റർടൈൻമെൻറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റായി. ആൻഡ് ടുഡേ വി ഹാവ് എ ഷൂട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി റെഡി ആവുകയാണ്. സോ ഐ ഷോ യു മൈ ഔട്ട്ഫിറ്റ്. സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ വൈറ്റ് ഡ്രസ് ദാറ്റ് ഐ എം വെയറിങ്. ആൻഡ് ഫൺ ഫാക്ട്, ഇറ്റ് ഇസ് നോട്ട് മൈൻ. ഐ ബോറോഡ് ഫ്രം മൈ ഫ്രണ്ട്. എനിക്ക് നോക്കുമ്പം നല്ലൊരു വൈറ്റ് ഡ്രസ്സ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ വെൻറ്റ് ടു എ കപ്പിൾ ഓഫ് ഷോപ്സ്. പക്ഷേ സ്റ്റിൽ ഐ കുഡൻറ്റ് ഫൈൻഡ് ഒന്നും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോ മൈ ഫ്രണ്ട് ആര്യ ഹെൽപ്പ് മീ ഔട്ട്. അവളുടെ ഡ്രസ്സാണിത്. ആസ് ഓൾവേസ് ഞാൻ ഇനി എടുത്തെടുത്ത് പറയുന്നില്ല, ലേറ്റാണ്. തീം ഇസ് വൈറ്റ് ആൻഡ് വൈറ്റ്. വാ, ഇങ്ങനെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ലുക്കുള്ളത്. അപ്പം ഇനി ബാക്കി അവിടെ ചെന്നിട്ട് എടുക്കാൻ പറ്റുന്നൊക്കെ ഞാൻ എടുത്തിട്ട് കാണിച്ചത്. സോ രാവിലെ ഒരു 8 മണിക്കായിരുന്നു നമ്മളോട് ഷൂട്ടിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുങ്ങിയൊക്കെ വരുമ്പോൾ നമ്മളൊരു 8-10 ആയിട്ടുണ്ടേനു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ അടുത്ത് ഒരു 25-30 മിനിറ്റ്സ് ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടേനു. പക്ഷെ അപ്പോഴേക്കും ഇവിടെ ചൂട് തുടങ്ങിയതുകൊണ്ട് തന്നെ നല്ല പോലെ വെയിലും എന്താ പറയുക ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടേനു. സമ്മർ ഇസ് ഹിയർ. ഓൾമോസ്റ്റ് ഹിയർ എന്നും പറയാൻ പറ്റില്ല, കാരണം സമ്മർ ഇസ് ഹിയർ. അപ്പം നല്ല പോലെ ചൂടും ഉണ്ടായിരുന്നു. ഞാൻ വേർത്ത് ഒരുമാതിരി ഇങ്ങനെ ഒട്ടുന്നൊരവസ്ഥയാണ് എനിക്ക് ഉള്ളിൽ കൂടി ഉണ്ടായിരുന്നത്. പക്ഷേ ദിസ് പ്ലേസ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ് ലുക്സ് ഈവൻ ബെറ്റർ ഒരു സൺസെറ്റൊക്കെ ആവുന്ന സമയത്ത്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ദുബായിൽ വന്നതിന് ശേഷം ഇവിടെ കൂടെ 1-2 തവണ മാത്രമേ വന്നിട്ടുണ്ടായിട്ടുള്ളൂ. എപ്പോഴും വരണം പോകണം എന്നെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അങ്ങനെയൊന്നും പറ്റാറില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ആഡം ലൈറ്റ്സ് എന്ന് പറയുന്ന വെഡ്ഡിങ് കമ്പനിയുടെ ആളാണ്. ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള റിസപ്ഷൻ പിന്നെ ആദിയുടെ സൈഡിൽ നിന്നുള്ള വെഡ്ഡിങ്ങിൻ്റെ എല്ലാ ഫോട്ടോസൊക്കെ അവരാണ് കവർ ചെയ്തത്. അപ്പോൾ ഒരു ക്വിക്ക് ഒരു 30-45 മിനിറ്റ്സിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നൈറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ക്യാമ്പിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇന്നത്തെ ഒരു വെയിലൊക്കെ കൊണ്ടിട്ട് ക്ഷീണം മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇത്രയ്ക്കായിരുന്നു ഞങ്ങളുടെ ഒരു ആനിവേഴ്സറി വീക്കെൻഡ് എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഹോളിഡേയ്സ് ഈ 3 ദിവസം എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് എനിക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീഡിയോ എടുക്കലോ എല്ലാം കൂടി ഒരു എന്താ പറയുക അവർക്ക് വെച്ച പഴംപോലെ ആയിട്ടുണ്ട്. ബട്ട് എനിവേസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞങ്ങളുടെ ആനിവേഴ്സറിയും പിന്നെ ദ മോസ്റ്റ് എവൈറ്റഡ് ഫോട്ടോഷൂട്ട് ഞങ്ങൾ ചെയ്തതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഐ വിൽ ഓൾസോ ആഡ് ദ ഫോട്ടോസ്, ബ്യൂട്ടിഫുൾ ഫോട്ടോസ്, കപ്പിൾ ഓഫ് ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടിയത് ഞാൻ എൻഡിൽ ആഡ് ചെയ്യാം. So yeah, hope you guys enjoyed this video. Till we meet with another video. Toodles!